നമസ്കാരം. ഇഫക്റ്റ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. കുന്നംപുറം ശ്രീ മഹാദേവർ ദുർഗ ഭദ്രകാളി ദേവീ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് പഞ്ചമുഖി തിരുമുടി പ്രതിഷ്ഠയും 5ാമത് പ്രതിഷ്ഠാ വാർഷികത്തിൻ്റെയും പത്രസമ്മേളനമാണ് ഇന്ന് പത്രസമ്മേളനം നടത്തുന്നത്. കലാനിധി സെൻറ്റർ ഫോർ ഇന്ത്യൻ ആർട്സ് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ പഞ്ചമുഖി രവം പുരസ്കാര സമർപ്പണവും നൃത്ത സംഗീത വിസ്മയവും മീഡിയ അവാർഡ് നൈറ്റും ഫെബ്രുവരി 11 വൈകുന്നേരം 6 മണിക്ക് തിരുസന്നിധിയിൽ കലാനിധി ട്രസ്റ്റ് അവതരിപ്പിക്കുന്നതാണ്. എന്നോടൊപ്പം പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് പ്രശസ്ത സിനിമ സീരിയൽ നടനും കലാനിധി ഉപദേശക സമിതി അധ്യക്ഷനുമായ M.R. ഗോപകുമാർ സാറാണ്. കുന്നംപുറം ശ്രീ മഹാദേവർ ദുർഗ ഭദ്രകാളി ദേവീ ക്ഷേത്രത്തിലെ മേൽശാന്തി വിഷ്ണു പോറ്റി ആണ് എന്നോടൊപ്പം ഉള്ളത്. കലാനിധി ട്രസ്റ്റ് ജനറൽ കൺവീനറും കവിയും നോവലിസ്റ്റുമായ ഗാനരചയിതാവുമായ പ്രദീപ് തൃപ്പരപ്പ്, KP ഹരികുമാർ, കവി ഗാനരചയിതാവ് എന്നിവരാണ് എന്നോടൊപ്പം പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. കുന്നംപുറം ശ്രീ മഹാദേവർ ദുർഗ ഭദ്രകാളി ദേവീ ക്ഷേത്രത്തിലെ പഞ്ചമുഖി തിരുമുടി പ്രതിഷ്ഠയെക്കുറിച്ച് തിരുമേനി 2 വാക്ക് സംസാരിക്കുന്നു. ഒരു പഞ്ചമുഖി തിരുമുടി കൊണ്ടുവരുന്നത് ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ തിരുമുടികൾ ഉണ്ടെങ്കിലും എല്ലാ മുഖഭാവങ്ങൾ മാത്രമേ ഉള്ളൂ. പൂർണ്ണ രൂപത്തിലൊരു തിരുമുടി വരികപ്ലാവിൽ തീർത്തതും 5 ഉടമ്പുകൾക്കായി, അതായത് 5 അമ്മമാർക്ക് കണക്കാക്കിയിട്ടാണ് ഈ തിരുമുടി ചെയ്തിട്ടുള്ളത്. ശ്രീ ഭദ്രകാളി, ശ്രീ കരിങ്കാളി, ശ്രീ ദുർഗാഭാവം, അരുവി മൂപ്പത്തിയമ്മ, യക്ഷിയമ്മ, ഒരു കൈക്കുഞ്ഞോടുകൂടി ഇരിക്കുന്ന യക്ഷിയമ്മ എന്നീ ഭാവത്തോടു കൂടിയാണ് ഈ ഭദ്രകാളി തിരുമുടി പൂർത്തീകരണം നടക്കുന്നത്. ജ്ഞാനത്തിൻ്റെ അന്ധകാരം ഇല്ലാതാക്കുന്നതിനും ജ്ഞാനത്തിൻ്റെ പ്രകാശം പരത്തുന്നതും എന്നുള്ള ഉദ്ദേശത്തോട് ശുദ്ധിയോടു കൂടിയാണ് ചെയ്യുന്നത്. ഈ ഭദ്രകാളി തിരുമുടിയെക്കുറിച്ച് 2 വാക്ക് പറയാതെ പോകുന്നത് ശരിയല്ല. മറ്റ് ക്ഷേത്രങ്ങളിൽ ഭദ്രകാളി തിരുമുടികൾ ഉണ്ടെങ്കിലും ഈ ക്ഷേത്രത്തിൽ പഞ്ചമുഖി തിരുമുടി വരുന്നതിന് ക്ഷേത്രബന്ധനം, അതായത് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ കഴിഞ്ഞ് ക്ഷേത്രബന്ധനം ഈ തിരുമുടിക്കില്ല. കാരണം ബന്ധിക്കുന്ന ഒരു ചടങ്ങ് ഇതിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ആചാര രീതി പ്രകാരവും ഇത് പഴമയുടെ ഒരു രീതിക്ക് പഴയ കുർത്തിനൂലിലുള്ള കാപ്പുകെട്ടൽ ചടങ്ങ് മുതൽ നടന്ന് വരുന്നതാണ്. പിന്നെ ഇതിനെ കണക്കാക്കിയിട്ട് പഞ്ചാഗ്നി പൂജയും പഞ്ചകമല ഹോമവും എന്ന് പറയുന്ന ഒരു പൂജാവിധിയിൽ കൂടി മാത്രമേ അമ്മയുടെ പ്രതിഷ്ഠയും അമ്മയുടെ വിധികളും എല്ലാം നടന്നു പോകുന്നത്. പ്രത്യേകിച്ച് ഇത് കൗളാചാരം, താന്ത്രികം, മലബാരം സമ്പ്രദായവും കുലാചാരവും കൂടെ ചേർത്ത് ഏത് സാമുദായികമായിട്ടുള്ള ഭക്തനും അല്ലെങ്കിൽ ഒരു ആർക്ക് വേണമെങ്കിലും അവർക്ക് അമ്മയുടെ മുമ്പിൽ എത്താനും യഥാവിധി എന്ത് സ്വന്തം കൈകൾ കൊണ്ട് അമ്മയ്ക്ക് അർപ്പിക്കാനും അനുഗ്രഹാശിസുകൾ ഏറ്റുവാങ്ങാനുമുള്ള ഒരു അവസരവും കൂടി ഇതിനകത്തുണ്ട്. മറ്റു ഭദ്രകാളി തിരുമുടികളിൽ നിന്നും പ്രത്യേകത തരത്തിലുള്ള ഒരു ഭാവത്തിലാണ് എടുക്കുന്നത്. പഞ്ചാഗ്നി പൂജയും പഞ്ചകമല ഹോമവും 5 സന്യാസിനി അമ്മമാർ ഇരുന്ന് പൂജ ചെയ്ത് അതിനൊപ്പം അതിൻ്റെ മൂലമന്ത്രവും വ്യത്യസ്തമാണ്. ഓം ക്രീം 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 ഹും ഹും ഹ്രീം ഹ്രീം ദക്ഷിണകാളികി ഓം ക്രീം 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 ഹും ഹും ഹ്രീം ഹ്രീം സ്വാഹ എന്ന മൂലമന്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലും സർവ്വ ജനങ്ങൾക്കും അമ്മയുടെ കാളി ഭക്തർക്കും സർവ്വ ഐശ്വര്യങ്ങളും നേർന്നു തരുന്ന ഒരു തിരുമുടിയായിട്ടാണ് വരുന്നത്. 13-ാം തീയതിയാണ് പ്രതിഷ്ഠ വരുന്നത്. 11-ാം തീയതി രാവിലെ തിരുമുടി അനന്തപത്മനാഭൻ്റെ മണ്ണിലേക്ക് വരുന്നുണ്ട്. രാവിലെ മഹാശിവലിംഗ ഉപക്ഷേത്ര സമിതിയിൽ അവിടെ വെച്ച് പാപ്പനംകോട് വെച്ചിട്ടാണ് അതിൻ്റെ ഔദ്യോഗികമായ സ്വീകരണം നടക്കുന്നത്. 11-ന് വൈകുന്നേരം അമ്മ പാട്ടുപാടി പാട്ട് തുടങ്ങുന്നുണ്ട്. അന്ന് വൈകുന്നേരത്തെ അമ്പലത്തിലേക്ക് കയറുന്നുണ്ട്. 13-ന് പ്രതിഷ്ഠ, പൊങ്കാല. വൈകുന്നേരം ഇവിടെ അടുത്തുള്ള അണപ്പാട് നാറാട്ട് കടവിലോട്ട് വന്ന് അവിടെയും പഞ്ചാഗ്നി പൂജയും പഞ്ചകമല ഹോമവും നടത്തിയാണ് ആറാടി തിരിച്ച് ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുന്നത്. ഇതാണ് അമ്മയെ ശരണം ദേവി ശരണം. കൃഷ്ണ തിരുമേനി ആദ്യമായി ഞങ്ങൾക്കൊരു പരിപാടി നൽകുകയാണ്. തിരുസന്നിധിയിൽ കലാനിധി
മീഡിയ പുരസ്കാര സമർപ്പണവും നൃത്ത സംഗീത വിസ്മയവും മീഡിയ അവാർഡുമാണ് ഈ വേദിയിൽ കലാനിധി നടത്തുന്നത്. പഞ്ചമുഖി പ്രഥമ കാവ്യസബര്യ പുരസ്കാരം 25,000 രൂപയും ഫലകവും പൊന്നാടയും പ്രൊഫസർ അഡ്വക്കേറ്റ് കെ ജെ രമാഭായി അർഹയായി. കവയിത്രിയും സാഹിത്യകാരിയും സംവിധായികയും മുൻ ഗവൺമെൻറ് കോളേജ് പ്രിൻസിപ്പളുമായ ജീവകാരുണ്യ പ്രവർത്തകയുമാണ് രമാഭായി ടീച്ചർ. അവാർഡ് കമ്മിറ്റി ചെയർമാൻ PR ഗോപി സർ, PR നാഥൻ സർ, നോവലിസ്റ്റ് തിരക്കഥാകൃത്ത് സന്തോഷ് രാജശേഖരൻ, പ്രദീപ് തൃപ്പരപ്പ് എന്നിവരടങ്ങുന്ന ജൂറി കമ്മിറ്റിയാണ് അവാർഡ് ജേതാക്കളെ തിരഞ്ഞെടുത്തത്. മീഡിയ അവാർഡ് ഡിക്ലെയർ ചെയ്യുന്നതിനായി നമ്മുടെ എല്ലാം ആദരണീയനായ MR ഗോപകുമാർ സർ മീഡിയ അവാർഡ് ഡിക്ലെയർ ചെയ്യുന്നതാണ്. സാറിനെ സവിനയം സ്വാഗതം ചെയ്യുന്നു. മീഡിയ അവാർഡ് ഔപചാരികമായി ഡിക്ലെയർ ചെയ്യുകയാണ്. ശ്രീ MK വിനോദ്, ജനം TV, മികച്ച വാർത്താവതരണം ആൻഡ് ജനപ്രിയ ചാനൽ. ലിയോ രാധാകൃഷ്ണൻ, ന്യൂസ് ഹെഡ്, കൗമുദി TV, മികച്ച ഇൻഫർടൈൻമെൻറ്റ് ചാനൽ. ശ്രീ ശിവ കൈലാസ്, കാട്ടാക്കട പ്രസ് ക്ലബ് സെക്രട്ടറി, പഞ്ചമുഖി മാധ്യമ ശ്രേഷ്ഠ പുരസ്കാരം 2026. ശ്രീ ഗിരീഷ് കെ നായർ, മാനേജിംഗ് ഡയറക്ടർ ദൃശ്യ TV, പഞ്ചമുഖി ദൃശ്യ മാധ്യമ ശ്രേഷ്ഠ പുരസ്കാരം 2028. ശ്രീ വിനോദ് ചിത്ത്, മാധ്യമം, പഞ്ചമുഖി മാധ്യമ ശ്രേഷ്ഠ പുരസ്കാരം 2026. ശ്രീ കെ സതീഷ് ചന്ദ്രൻ, മാതൃഭൂമി മലയൻകീഴ്, പഞ്ചമുഖി മാധ്യമ മഹിമ പുരസ്കാരം 2026. ദൃശ്യ TV, ഏറ്റവും മികച്ച പ്രാദേശിക വാർത്താ ചാനൽ. ശ്രീ DT രാഗീഷ് രാജ, മാധ്യമ പ്രവർത്തകൻ, അഭിനേതാവ്, ഡബിംഗ് ആർട്ടിസ്റ്റ്, പഞ്ചമുഖി ദൃശ്യ മാധ്യമ ശ്രേഷ്ഠ പുരസ്കാരം 2026. ശ്രീ ഹരി പെരിങ്കടവള, ജന്മഭൂമി ലേഖകൻ, പഞ്ചമുഖി മാധ്യമ പുരസ്കാരം 2026. ശ്രീ ജിതേഷ് RS, എഡിറ്റർ, കൈരളി TV, പ്രഥമ പഞ്ചമുഖി പുരസ്കാരം. മാതൃഭൂമി ദിനപത്രം, പഞ്ചമുഖി മാധ്യമ മഹിമ പുരസ്കാരം. ഇത്രയും അവാർഡുകളാണ് മീഡിയ. കലാനിധി അമൃത TV 5 സ്റ്റാർ പ്രോഗ്രാമിലെ കലാനിധി പ്രതിഭകളായ ശ്രീലക്ഷ്മി VS, ശ്രീധന്യ VS, ശ്രീനന്ദന VS, വൈഷ്ണവ് VS എന്നിവരുടെ നേതൃത്വത്തിൽ കലാനിധി അംഗമായ വിഘ്നേഷ് CA ചേർന്ന് അവതരിപ്പിക്കുന്ന സംഗീത വിസ്മയരാവ് വേദിയെ ധന്യമാക്കും. അതുപോലെ കലാനിധി സിനിമ TV താരങ്ങളും കലാനിധി പ്രതിഭകളും ചേർന്നൊരുക്കുന്ന സംഗീത ദൃശ്യ വിസ്മയം വേദിയിലുണ്ടായിരിക്കുന്നതാണ്. എല്ലാ മാധ്യമ സുഹൃത്തുക്കളും കലാനിധിയുടെ 3 പതിറ്റാണ്ടുകൾ പിന്നിടുന്ന ഈ അവസരത്തിൽ കലാനിധിയെ മുന്നോട്ട് നയിച്ചത് പത്രദൃശ്യ മാധ്യമ ഓൺലൈൻ മാധ്യമ സുഹൃത്തുക്കളാണ്. ഇനിയും ഞങ്ങളോടൊപ്പം നിങ്ങൾ ഓരോരുത്തരും വേണ്ട പ്രോത്സാഹനം തന്ന് ഞങ്ങളെ വിജയിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. നന്ദി പറയുന്നതിനായി പ്രദീപിനെ ക്ഷണിക്കുന്നു. ചേച്ചി ഇന്ന് അവാർഡിലൂടെ പ്രഖ്യാപിച്ച സിനിമ, സീരിയൽ നടനും സഹോദരത്തുല്യമായ ചേട്ടൻ, നമ്മുടെ ക്ഷേത്രത്തിൻ്റെ മേൽശാന്തി, കവിയും ഗാനരചയിതാവും കലാനിധിയുടെ ഒരു ഭാഗവുമായ എൻ്റെ സഹോദരൻ പ്രദീപ് തൃപ്പരപ്പ്, പ്രിയ മാധ്യമ സുഹൃത്തുക്കൾ, വർഷങ്ങളോളമായി ഈ സാംസ്കാരിക രംഗത്ത് നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന തിരുവനന്തപുരത്തെ ഒരു സംഘടനകളിൽ ഒന്നാണ് കലാനിധി എന്ന് പറയുന്നത്. എല്ലാ ക്ഷേത്രാചാരങ്ങളെയും ഓർത്തിണക്കിക്കൊണ്ട് അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ഉത്സവവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ആചാരങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഓരോ അവാർഡും അതുകൊണ്ടുള്ള കലാ സമർപ്പണവും നടത്തി വരും. അത് ഈ ജനങ്ങളിലേക്ക് എഴുതിച്ചെല്ലാനും ഈ നമ്മുടെ വിശ്വാസത്തോടൊപ്പം കലയും സംസ്കാരത്തെയും വളർത്തിയെടുക്കാൻ ഉതക്കുന്ന രീതിയിൽ പ്രവർത്തനമായി മുന്നോട്ട് പോകുന്ന കലാനിധി ചേച്ചിയുടെ ഈ ഒരു പ്രയത്നത്തിൽ എന്തൊരു അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. ഈ ഒരു ചടങ്ങും അതിമനോഹരവും ഗംഭീരവുമാകുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. എല്ലാ മാധ്യമ സുഹൃത്തുക്കളെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം.
പുരസ്കാര സമർപ്പണവും നൃത്തസംഗീത സമന്വയവും മീഡിയ അവാർഡ് നൈറ്റിൻ്റെയും ഉദ്ഘാടനം നേമം പുഷ്പരാജാണ് നിർവഹിക്കുന്നത്. സിനിമ സംവിധായകനും ആർട്ട് ഡയറക്ടറുമായ ചിത്രകാരനുമായ നേമം പുഷ്പരാജ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. മുഖ്യ അതിഥി MR ഗോപകുമാർ സാറാണ്. സിനിമ സീരിയൽ താരമാണ് മുഖ്യ അതിഥിയായി എത്തുന്നത്. രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായി ഹരികുമാറിനെ ക്ഷണിക്കും. വിസ്മയം മീഡിയ അവാർഡ് നൈറ്റ് എന്നിവ നടക്കുന്ന ഈ മഹത് വേദിയിൽ മാധ്യമ സുഹൃത്തുക്കളെയും മറ്റ് എല്ലാ പ്രമുഖ വ്യക്തികളെയും ഞാൻ എൻ്റെ പേരിലും കലാനിധിയുടെ പേരിലും സ്വാഗതം അർപ്പിച്ചുകൊള്ളുന്നു. നന്ദി.